നമ്മളിന്ന് നിൽക്കുന്നത് വൈഗയിലാണ്. വൈഗ എക്സിബിഷൻ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാണല്ലോ. പുത്തരിക്കണ്ടം മൈതാനത്ത് എക്സിബിഷൻ നടക്കുന്നത്. അതിനകത്ത് നമ്മളെ സ്റ്റോൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളതിനകത്ത് കുറേ വെറൈറ്റി റോസുകളും അതേപോലെ തന്നെ സീസൺ പ്ലാന്റ്, അതേപോലെ തന്നെ മാവുകൾ, പ്ലാവുകൾ, കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് കണ്ടോ കാണാനായിട്ട്. നമ്മളെ നഴ്സറി വന്ന് കണ്ടല്ലേ, വൈഗ വന്ന് കണ്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇത് കണ്ടിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സ്റ്റാളുകളൊക്കെ ഒരുപാടുണ്ടോ? ഓപ്പൺ ആവുന്നേ ഉള്ളൂ. എല്ലാം കൂടെ നാളെ കൂടിയൊക്കെ ആവുമായിരിക്കും അല്ലേ? അതേപോലെ നമ്മളെ ചെടിയൊക്കെ എങ്ങനെയുണ്ട്? നമ്മളെ റോസൊക്കെ എങ്ങനെയുണ്ട്? വെറൈറ്റി റോസുകളല്ലേ? ഓക്കെ. അന്നേരം എവിടെ നിങ്ങളുടെ സ്ഥലം എവിടെയായിരുന്നു? ചെറിയൻകീഴ്, പെരുങ്കുഴി ചിലമ്പ്. ഓക്കെ. അന്നേരം ശരി ചേട്ടാ. അന്നേരം എല്ലാവർക്കും സന്തോഷം. അങ്ങനെ ഒരു 12 ടണ്ണിൻ്റെ ഒരു ലോറി ചെടി നമ്മളെ പുത്തരിക്കണ്ടം മൈതാനത്ത് നമ്മൾ എക്സിബിഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വൈഗ ഫെസ്റ്റിൽ ആണ് ഈ ഒരു ഇത് വെച്ചേക്കുന്നത്. പച്ച നെറ്റ് താഴെ ഇട്ടേക്കുന്ന ആകെ നേഴ്സറി, പച്ച നെറ്റ് താഴെ ഇട്ടേക്കുന്ന നേഴ്സറി നമ്മളതാണ്. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നേഴ്സറി, അതായത് നമ്മൾ ഇറങ്ങി പുറത്ത് വന്ന് സ്റ്റേജൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നേരെ നടന്ന് എക്സിറ്റ് ഗേറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ്, ചെടികൾ കൊണ്ടുപോകാൻ എളുപ്പമാണ്. അതെല്ലാം വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ചെടി മേടിക്കാൻ കയറേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രോഗ്രാം കാണാനും ടിക്കറ്റ് എടുത്ത് കയറേണ്ട ആവശ്യമില്ല എന്നാണ് സംഘാടകർ പറഞ്ഞത്. ഇതാണ് ഈ ഒരു ലോറി ചെടിയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബട്ടൺ റോസ്, അതായത് ബഡ് അല്ലാത്ത വെറൈറ്റി റോസ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഒരു ബെഡ് സെറ്റ് ചെയ്താണ്. ഇത് ഏകദേശം ഇന്നലെ രാത്രി ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 8 മണിക്ക് ഇറക്കി തുടങ്ങിയ ലോഡ് മൊത്തം ഇറക്കി തീർന്നത് ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ്. ഇന്ന് അതിനുശേഷം വീട്ടിലൊക്കെ പോയി കുളിച്ചൊരുങ്ങി വീണ്ടും തിരിച്ച് നമ്മൾ നഴ്സറിയിൽ തിരിച്ച് വന്നതാണ്. അന്നേരം വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കൊടുത്തേക്കുന്നത്. അന്നേരം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ നഴ്സറി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നല്ലേ. നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അല്ല. ഇത്രയും ചെടികൾ ഇറക്കുന്നതാവട്ടെ, എടുത്ത് നിരത്തി വെക്കുന്നതാവട്ടെ, സെയിൽ ചെയ്യുന്നതാവട്ടെ, ഇതിന് ശേഷം ബാലൻസ് പറക്കി വീട്ടിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ഇങ്ങനെ ഇതിനകത്തെല്ലാം വരുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മളെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു ലോറി റോസ് ഇറക്കുന്നതാണ്. ഏകദേശം ഒരു 8-9,000 ചെടി എന്തായാലും ഇതിനകത്തുണ്ട്. അതിനെല്ലാം 2-3 തറയിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ. നല്ല വയലറ്റ് റോസ്, താണ്ടെ പെറ്റൂണിയ പ്ലാന്റൊക്കെ നല്ല അത്യാവശ്യം തീർന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ വൈഗയാണ്. വൈഗ ഈ 2023 വൈഗയാണ്. അന്നേരം പ്ലാവ്, ചക്ക കായ്ച്ച് കിടക്കുന്ന പ്ലാവൊക്കെ കാണാം വന്നാൽ. അതേപോലെ തന്നെ ഡയാന്തസ്, പെറ്റൂണിയ, അതേപോലെ തന്നെ നല്ല വലിയ ചട്ടിയിലുള്ള റോസ്, ചെറിയ ചട്ടിയിലുള്ള റോസ്, അതൊക്കെ മിക്സഡ് കളർ വരേണ്ടവർക്ക്, തിരഞ്ഞെടുക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റും. തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വൈഗ 2023 പുത്തരിക്കണ്ടം മൈതാനത്ത് നല്ല കിടിലും അത്യാവശ്യം പാർക്കിങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അന്നേരം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ കാണാം. സ്റ്റാളിനെന്നാണ്ട് പ്രദർശനം ചെറിയ നിരക്കുണ്ട്. അതേപോലെ തന്നെ ചെടി മേടിക്കാനും പരിപാടി കാണാനൊക്കെ ടിക്കറ്റ് ഇല്ലാതെ തന്നെ കയറി ആവശ്യത്തിനുള്ള ചെടിയൊക്കെ വാങ്ങിച്ചോട്ട് പോകാമെന്നാണ് ഇതിൻ്റെ സംഘാടകർ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് പ്ലാന്റുകളെല്ലാം സെറ്റായി ഒരുങ്ങി വെള്ളമൊക്കെ ഒഴിച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ നഴ്സറി ഉള്ളത്. അതായത് ഇറങ്ങി വരുന്ന എക്സിറ്റ് ഗേറ്റിൻ്റെ അടുത്താണ്. എക്സിറ്റ് ഗേറ്റിൻ്റെ അടുത്ത് പാർക്കിലൂടെ നമുക്ക് നടക്കാം. വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്നവർക്ക് പ്രത്യേകം അറിയായിരിക്കും. ഇറങ്ങി നടന്ന് ആ പാത്ത് വേയിലൂടെ നടന്ന് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് കുമാർ നഴ്സറി 2 ബാനറുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഒരുപാട് ഐറ്റം തീരെ ചെറുതിലേക്ക് അയക്കുന്ന കുറ്റിയാടി തെങ്ങ്, അതേപോലെ തന്നെ നല്ല കിടിലം കുറേ ക്രിസാന്തിമം, ജെറിബറ, അതേപോലെ ചെമ്പരത്തി, നല്ല കിഴക്കൻ ചെമ്പരത്തി, പിന്നെ വലിയ ചട്ടിയിലുള്ള റോസ്, അതായത് മദർ പ്ലാന്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മദർ പ്ലാന്റ് വലിയ ചട്ടിയിലുള്ള റോസാ ചെടികൾ അല്ലേ. വലിയ പ്ലാന്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ആദ്യമേക്ക് വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നല്ല കളറിലുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള റോസ് ഉണ്ട്. നമ്മളെ നഴ്സറിയിൽ വയ്ക്കുന്ന നടക്കില്ല. ഇതൊരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ ആദ്യമേ തന്നെ ഈ റോസുകളിൽ നിന്നും നല്ലത് തിരഞ്ഞു പോയേക്കാം. അന്നേരം വരുന്ന സമയത്ത് ചിലപ്പോൾ അഥവാ ഇന്നത് കണ്ടില്ലെന്നുണ്ടെങ്കിലും വിഷമിക്കരുത്. അടുത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. 6 ദിവസമാണ് ഈ എക്സിബിഷൻ നീണ്ടിരിക്കുന്നത്. വെറും 6 ദിവസമാണ്. 6 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് നമ്മൾ പ്ലാന്റ് എല്ലാം ആയിട്ട് നമ്മളിവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വന്നേക്കുന്നത്. അതേപോലെ വലിയ മാവ് താണ്ട് ഏകദേശം ഒരു 15ഓളം കൊല്ലം പഴക്കമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മാങ്ങ പിടിച്ചിട്ടുള്ള വലിയ ഒരു മരം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. വലിയ വീടൊക്കെ പണിയുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വെക്കാൻ ഏറ്റവും നല്ലതായിട്ട് ഇച്ചിരി തണലൊക്കെ കിട്ടത്തക്ക രീതിയിൽ പെട്ടെന്ന് തണലാവാനും ഉപയോഗിക്കുന്ന വലിയ മാവാണ് ഈ കാണുന്നത്. രണ്ടിലെ പയ്യന്മാരോട് നിന്നിട്ട് തന്നെ പയ്യന്മാർ ഇരട്ടിയുണ്ട്. മാവ് കാണാൻ നല്ല ഭംഗിയല്ലേ.
അതേപോലെ തന്നെ വളവോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ തരാനായിട്ട് സാധിക്കും. അന്നേരം ഇത്രത്തോളം സാധനങ്ങളും അതേപോലെ തന്നെ നാടൻ മാവിനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഈ മരച്ചീനി, പല വെറൈറ്റി മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ മുതൽ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരുപാട് പേരൊന്ന് ചോദിച്ച പ്ലാവാട്ടോ, ഒരുപാട് പേര് വന്ന് ചോദിച്ചു. ഈ കാഴ്ച കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു കൗതുകമല്ലേ. അങ്ങനെ അതിൻ്റെ തൈയും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുമാർ നഴ്സറിയുടെ സ്റ്റാളിൽ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക, ഒന്ന് കണ്ടിട്ടൊക്കെ പോവാം നമുക്ക്. ഓക്കെ, അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് അറിയാനായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ എക്സിബിഷൻ അലേർട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് സ്ട്രോബെറിയുടെ തൈകളാണ്. സ്ട്രോബെറിയുടെ കുറേ തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാ പിടിച്ചേക്ക് ആദ്യമേ പോവും, കാ പിടിച്ച പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ നമ്മൾ ആദ്യമേ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ പുതിന തൈ കുറച്ച് പുതിന തൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒരുപാടില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അന്നേരം ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വന്ന് അത് ചോദിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാനില്ലെങ്കിലും ഇവിടെ ആരെങ്കിലും ഇരുന്ന് വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം. അതിന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ശുഭദിനം.